അയാൾ ഭ്രാന്തനാണ്. അല്ലെങ്കിൽ ഈ റോഡ് സൈഡിലൊക്കെ ആരും കസാര ഇട്ടിരിക്കും, ഈ ബെയിലും കൊണ്ടിട്ട് ആരും ഇരിക്കുമോ? അയാൾക്ക് മെൻ്റലാണെന്നുകൊണ്ട് അയാൾക്ക്, അല്ലാണ്ട് വേറെ എന്ത് പറയാനാണ്? അപ്പോൾ കേന്ദ്രസേന ഇവിടെ വന്നിട്ട് കേരള പോലീസിനെ മറികടന്നൊരു സുരക്ഷ ഒരു ഗവർണർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവർണർ പോസ്റ്റ് തന്നെ ആവശ്യമില്ലാത്തതാണ്. കേന്ദ്രത്തിൻ്റെ നോമിനിയാണ് ഗവർണർ. അപ്പോൾ അവരുടെ സുരക്ഷ കൊടുക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരു ചുമതലയാണ്. കേന്ദ്ര സുരക്ഷ ഏർപ്പാടാക്കി എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പെടുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിനെ എങ്ങനെയാലും ഒതുക്കണം. ഫിനാൻഷ്യലി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഗവർണറെ വെച്ചിട്ട് ഒരു കളിയൊക്കെ കളിക്കുക. പിണറായി സർക്കാരും ഗവർണറും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നതൊരു വസ്തുതയാണ്. ഇതിനിടയിലാണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേരള സർക്കാരിന് കടുത്ത അമർഷവുമുണ്ട്. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രമാത്രം: ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഉറപ്പാക്കിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അയാൾ ഭ്രാന്തനാണ്. അല്ലെങ്കിൽ ഈ റോഡ് സൈഡിലൊക്കെ ആരും കസാര ഇട്ടിരിക്കും, ഈ ബെയിലും കൊണ്ടിട്ട് ആരും ഇരിക്കുമോ? അയാൾക്ക് മെൻ്റലാണെന്നുകൊണ്ട് അയാൾക്ക്, അല്ലാണ്ട് വേറെ എന്ത് പറയാനാണ്? അല്ലെങ്കിൽ ഇവിടെയൊക്കെ അവിടെ ചെന്നിട്ട് ഇത് പറയാൻ വന്നപ്പോൾ അയാൾക്ക് സമയമില്ല. ഇതിന് സമയമുണ്ട്. പിള്ളേർക്കൊന്നും കാര്യം കൂടി കാണിന്ന് പറഞ്ഞ് എത്ര പേര് കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ആരും കൂടി റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് കസാര ഇട്ടിരിക്കണ്ട, കുട്ടീനെ പിടിക്കും ഉമ്മൻ വെക്കലുണ്ട, ഈ അലുവക്കടയൊക്കെ ഉണ്ട്, അലുവ തൊള്ളിലൊപ്പിക്കണ്ട. ഈ പുള്ളി മാത്രമല്ലേ ചെയ്യണത്. അയാൾക്ക് എന്താ ഇപ്പം ഇതാ ഉണ്ടാവും, അല്ലാണ്ട് എന്താണ്? അല്ലാണ്ട് ഒന്നും പറയാനൊന്നുമില്ല. അയാൾ ചെയ്യണത് ഓനവാസമാണ്. ആൾക്കറിയാം ഒന്നും സംഭവിക്കില്ല എന്നറിയാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യണത്. കേന്ദ്ര സുരക്ഷ ഏർപ്പാടാക്കി എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ഒരു കേന്ദ്രത്തിന് മാത്രമായിട്ട് ഈ ഇപ്പോൾ സുരക്ഷ ഏർപ്പാടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടപ്പാവില്ലല്ലോ. കേരളത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഗവർണർക്ക് അത് നടപ്പാക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം കേന്ദ്രത്തിൻ്റെ നോമിനിയാണ് ഗവർണർ. അപ്പോൾ അവരുടെ സുരക്ഷ കൊടുക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരു ചുമതലയാണ്. അതവർ ചെയ്യുന്നു. ചിലപ്പോൾ ഗവർണർക്ക് തോന്നിയിട്ടുണ്ടാവും ഇവിടുത്തെ സുരക്ഷ എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അത് മതിയായ സുരക്ഷയില്ല എന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇനി ഇവിടുത്തെ സിസ്റ്റം ശരിയായി തോന്നിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും അപാകതകൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർ സുരക്ഷ ഏർപ്പാടാക്കി കൊടുക്കുന്നു. എന്തായാലും ഗവർണർക്ക് ഇവിടെ സുരക്ഷ ആവശ്യമാണ്, അല്ലേ? ഗവർണർ പണി ചെയ്യണം. ഇവിടെ എല്ലാ ബില്ലുകളും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഗവർണറുടെ ഈ പോക്ക് എങ്ങോട്ടാ? അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ഗവർണറെ കൊണ്ട് ചെയ്യിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിനെ എങ്ങനെയാലും ഒതുക്കണം. ഫിനാൻഷ്യലി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഗവർണറെ വെച്ചിട്ട് ഒരു കളിയൊക്കെ കളിക്കുക. അങ്ങനെ ഗവർണറെ കൊണ്ട് അയാളുടെ തീരുമാനം, അയാളുടെ അഭിപ്രായങ്ങളൊക്കെ പറയിച്ച് അവസാനം കേരളത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ട് മുട്ടുകുത്തിക്കുക. അവസാനം കേന്ദ്രത്തിൻ്റെ കയ്യിലായിരിക്കും ഈ കേരളത്തിൻ്റെ എല്ലാ പരിപാടികളും നിൽക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റാണ് അത് ചെയ്യണത്. മനസ്സിലായില്ലേ? കേരളത്തിന് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ബില്ലുകളൊക്കെ തടഞ്ഞു വെച്ച് എന്ത് കാര്യത്തിന്? കേരളത്തിൻ്റെ എന്ത് കാര്യത്തിന് ഈ ബില്ലുകളൊക്കെ അവതരിപ്പിച്ച് വയ്ക്കുന്നത്, തടഞ്ഞു വയ്ക്കുന്നത്? അതിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഗവർണറെ കൊണ്ട് പൊളിറ്റിക്സ് കളിപ്പിക്കുകയാണ്. അത് BJP ഗവൺമെൻറ് അത് ചെയ്യണമെന്നുള്ളതിന് യാതൊരു തർക്കവും. ഇതൊക്കെ നമ്മുടെ ചോറിനവർക്ക് മനസ്സിലാവുന്ന കേസുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിൽ. ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കേരള പോലീസ് ഉണ്ടല്ലോ, എന്തിനും കഴിവുള്ള കേരള പോലീസുണ്ട്. പിന്നെ എന്തിനാ കേന്ദ്ര സുരക്ഷ? പിന്നെ എന്തിനാണ് കേന്ദ്രത്തിൻ്റെ സുരക്ഷ? എന്തിനാ? ആ ഒരു നടപടിയോട് ചേട്ടാ യോജിക്കുന്നുണ്ട്? ഇല്ല, യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സംസ്ഥാനം ഫെഡറൽ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ കേന്ദ്രസേന ഇവിടെ വന്നിട്ട് കേരള പോലീസിനെ മറികടന്നൊരു സുരക്ഷ ഒരു ഗവർണർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവർണർ പോസ്റ്റ് തന്നെ ആവശ്യമില്ലാത്തതാണ്. അത് തന്നെ ആവശ്യമില്ല. പിന്നെ പണ്ട് കൊണ്ടുവന്നൊരു സിസ്റ്റം ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല.